അപ്പോൾ ഇന്നത്തെ കച്ചവടത്തിൻ്റെ ഊണും കറികളെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഊണല്ല, ഇത് രാവിലെ ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഉണ്ടാക്കിയാണ്. രാവിലെ കിടക്കപ്പായിന്നേ ഞാൻ ഓർത്തുകൊണ്ടിരുന്നത് ഇന്ന് അപ്പവും മുട്ടക്കറിയും വെക്കാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് എഴുന്നേറ്റ്. പക്ഷേ മുട്ടക്കറി വെപ്പൊന്നും നടന്നില്ല. ഞാൻ വിചാരം മാത്രമേ ഉള്ളൂ കേട്ടോ. വിചാരിക്കുന്ന ദിവസം ഒന്നും നടക്കത്തില്ല. വിചാരിക്കാതിരുന്ന വല്ലതൊക്കെ നടന്ന് വല്ലതൊക്കെ മുട്ടക്കറി വല്ലതൊക്കെ വെച്ച് കഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒന്നും നടക്കത്തില്ല. അപ്പം ഇഞ്ചിക്കറിയും ചെയ്ത് അടുപ്പിലോട്ട് വെച്ച് കേട്ടോ. പിന്നെ എൻ്റെ കുക്കർ കേടായിപ്പോയി. പിന്നെ സബീനയുടെ കുക്കറാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത്. അതും എന്ന് വെച്ചാൽ ഇടയ്ക്കൂടെയൊക്കെ വാഷർ മാറ്റിയിട്ടതാണ്. പക്ഷെ എന്നാലും ഇടയ്ക്കൂടെയൊക്കെ ആവി പോകുന്നു. അതിന് തോന്നുവാണെങ്കിൽ വിസിൽ വരും, അതിന് തോന്നത്തില്ലെങ്കിൽ വിസിൽ വരത്തില്ല. ഇപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഇഞ്ചിക്കറിയാണ്. ചോറ് ദേ റെഡി ആയിട്ടുണ്ട്. ഞാൻ ചോറ് കോരി ബാക്കി പണി ഏകദേശം കറികളെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ഓർഡറൊന്നും അധികം വന്നിട്ടൊന്നും ആരും വിളിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ എന്നെ ചെങ്ങന്നൂരെന്ന് രഞ്ജു എന്നും പറഞ്ഞിട്ടൊരു ചേച്ചി, എൻ്റെ പേര് തന്നെ രഞ്ജു, അതും രഞ്ജു ഇതും രഞ്ജു ചേച്ചി എല്ലാ ദിവസവും വിളിക്കാറുണ്ട്. എല്ലാ ദിവസവും ഞങ്ങൾ മെസ്സേജ് അയക്കാറുണ്ട്. അങ്ങനെ ഒരു കൂട്ടം ഒത്തിരി എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. എല്ലാ ദിവസവും എനിക്ക് മെസ്സേജ് അയക്കുന്നത്, എൻ്റെ മെസ്സേജ് ഒന്നും കണ്ടില്ലെങ്കിൽ എന്തോ പറ്റി രഞ്ജു എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നവർ ഇങ്ങനെ ഒരുപാട്. അങ്ങനെ എനിക്ക് നല്ലൊരു സുഹൃത്തിനെയും കൂടെ കിട്ടി, അതാണ് രഞ്ജു ചേച്ചി. പിന്നെ അങ്ങനെ കുറച്ച് പേരുണ്ട് കേട്ടോ. ഒരുപാട് പേര് എന്നെ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ ആരൊക്കെ വിളിച്ച് ഞാൻ കല്യാണത്തിന് പോയൊരു സമയം, ഞാൻ വണ്ടിയിൽ നിന്ന് വീണൊരു സമയമൊക്കെ ആയിരുന്നു. അപ്പോൾ അധികം ആരോട് സംസാരിക്കാൻ പറ്റിയില്ല. ഞാൻ വൈകിട്ടൊക്കെ ഞാൻ അങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞെങ്കിലും പക്ഷേ ആരുടെയൊക്കെ നമ്പരൊക്കെ ആരൊക്കെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ ആരെങ്കിലും ഈ വീഡിയോ കാണുവാണെന്നുണ്ടെങ്കിൽ വൈകിട്ട് എന്നെ വിളിക്കണം കേട്ടോ. എനിക്ക് ഏത് നമ്പറാണെന്ന് അറിയാൻ വയ്യ. 2-3 പേര് വിളിച്ച്. എനിക്കധികം സംസാരിക്കാൻ പറ്റിയില്ല. ഇന്നത്തെ കച്ചവടമൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ പണിയെല്ലാം കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ദേഹമൊക്കെ വേദന എടുത്ത് തുടങ്ങിയിട്ട്, ഈ ജോലിയുടെ ഇടയിൽ നമ്മളൊന്നും ഓർക്കത്തില്ലല്ലോ. ആ ജോലിയുടെ അത് പെട്ടെന്ന് തീർക്കണമെന്ന് വെച്ചിട്ട് നമ്മുടെ വേദനയൊന്നും നമ്മൾ ശ്രദ്ധിക്കത്തില്ല, അങ്ങ് ചെയ്യും. ജോലിയെല്ലാം കഴിഞ്ഞപ്പോൾ അത്യാവശ്യം എനിക്ക് തലവേദനയും ദേഹം വേദനയും ഒക്കെ ഉണ്ട്. ഇന്ന് പനിക്കാണോ എന്നറിയത്തില്ല. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വൈകിട്ട് വരാം. അതുവരയ്ക്കും എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.